ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് പാസ്തയാണ്. പാസ്ത നമുക്ക് പല തരത്തിലുണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതും പിന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതുമായിട്ടുള്ള ഒരു പാസ്തയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ വേണ്ടു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാസ്ത ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഞാൻ പാസ്ത ഇതേ മോഡൽ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ സവാള, ഒരു 2 സവാള ചെറുതാണ്, അപ്പം അതുകൊണ്ട് 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് 1 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാലയുടെ പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം, കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക്, പിന്നെ അതേപോലെ വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചി, പിന്നെ 1 തക്കാളി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പക്ഷേ ആ പാസ്തയിലേക്കുള്ള ഉപ്പ് നമുക്ക് അതിലേക്ക് ഇടാം, എന്നാലല്ലേ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാലയിൽ ബാക്കി നമുക്ക് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മളുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പാസ്ത അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പാസ്ത അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പക്ഷെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഏകദേശം നമുക്കതൊരു 5 മിനിറ്റ് കഷ്ടി ഒന്ന് വെന്ത് കിട്ടി. അത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം അങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. നമുക്ക് നോക്കുക. നമ്മുടെ പാസ്ത ഇവിടെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങിയിട്ട് ഈ വെള്ളമൊക്കെ എന്നിട്ട് ഊറ്റിയെടുക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പട്ട, 2 കഷ്ണം പട്ട, ഒരു 2 ഏലക്കായ, 2 കറിയാമ്പൂ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സവാള നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴണ്ട് വരട്ടെ. നമുക്കിനി അതിൻ്റെ ഒപ്പം ഈ പച്ചമുളകും കൂടി ഒന്നാണ്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് കടന്ന് വഴണ്ട് വരട്ടെ. നമ്മുടെ സവാള ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി നല്ലോണം ഒന്നങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ആയി വരട്ടെ. നമ്മളുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്യാപ്സിക്കം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതോടുകൂടി നമുക്ക് ഈ പൊടികളെല്ലാതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പൊടികളെല്ലാം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പൊടിയുടെ പച്ചമണം ഒന്നും ഇങ്ങോട്ട് മാറി വന്നോട്ടെ.
പച്ചമണം ഒന്നും ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതൊരു ടേസ്റ്റ്, ഒരു കുറച്ചും കൂടി ഗ്രേവി പോലെ ലേശം വേണം. തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഗ്രേവിയിൽ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ. ഇത്ര ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. അപ്പം നിങ്ങൾ നോക്കി കണ്ടോളൂ. ഗ്രേവി നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാസ്ത അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ആയിക്കോട്ടെ, അത് കുഴപ്പമുള്ളതല്ല. നമുക്കത് അങ്ങോട്ട് ഇതാക്കി കൊടുത്താൽ മതി. നമ്മളതിന് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നന്നായിട്ടിരിക്കും. കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലേ അതൊരു നല്ലൊരു നന്നായിട്ടിരിക്കുള്ളൂ. ഞാൻ അതിലേക്ക് ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെയാവുമ്പോൾ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ മസാല പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.